കെ ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. CPIM വിടും എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് കെ ശശി രാജിവെച്ചതായിട്ടുള്ള വാർത്ത വരുന്നത്. അഴിമതി ആരോപണത്തെ തുടർന്ന് കെ ശശിയെ തരംതാഴ്ത്തുകയായിരുന്നു എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. CPIM വിടുന്നു, ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് CPIM വിടുന്നു. അപ്പുറത്ത് UDFിൻ്റെ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടോ മത്സരിക്കും UDF പിന്തുണയോടെ എന്ന തരം അഭ്യൂഹങ്ങൾക്കിടെയാണ് ഏതായാലും KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ രാജി ഉണ്ടായിരിക്കുന്നത്. നിർണായകമായിട്ടുള്ള പാലക്കാട്ടെ രാഷ്ട്രീയത്തിൽ പൊതുവിൽ ആ ഭാഗത്തെ തെരഞ്ഞെടുപ്പ് വേദിയിൽ വലിയ ഒരു ചലനമുണ്ടാക്കുന്ന ചില രാഷ്ട്രീയ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ ഉതകുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. KTDC ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു. വിവരങ്ങളുമായി അർജുൻ ചേരുകയാണ്. അർജുൻ, കെ ശശി പാർട്ടിക്ക് പുറത്തേക്കാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന സാഹചര്യമായിട്ടുണ്ടോ? എപ്പോഴാണ് ഈ രാജിവെക്കൽ ഉണ്ടായിട്ടുള്ളത്? വിശദാംശങ്ങൾ എന്ത്? സനീഷ്, കെ ശശി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു എന്നതിന്റെ സൂചന കൂടിയായി തന്നെ ഈ രാജിയെ കാണേണ്ടി വരും. KTDC മാനേജിംഗ് ഡയറക്ടർക്ക് രാജിക്കത്ത് കൈമാറി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പാലക്കാട് ജില്ലാ കമ്മിറ്റിയും അദ്ദേഹത്തെ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. പാർട്ടിയുമായി ഏതെങ്കിലും തരത്തിൽ സഹകരിക്കുന്ന സമീപനമല്ല ഇപ്പോൾ കെ ശശിക്ക്. പാർട്ടിക്കും ഇപ്പോൾ അതിന് താല്പര്യമില്ല. കെ ശശിയുമായി പാർട്ടിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ശശി ഇപ്പോഴും ബ്രാഞ്ചിൽ തന്നെ ഇരിക്കുന്നത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കിയത്. ഏതെങ്കിലും തരത്തിൽ കെ ശശിയെ പാർട്ടിയുമായി സഹകരിപ്പിക്കാൻ CPIMന് ആലോചന ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മറ്റു ചില താല്പര്യങ്ങൾ കെ ശശി മുന്നോട്ട് വെക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് കോൺഗ്രസുമായി അടുക്കുന്നു എന്നതുൾപ്പെടെയുള്ള ആലോചനകളും വാർത്തകളും ഒക്കെ വന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ വേണം ഈ രാജിയെ കാണാൻ. ദീർഘകാലമായി KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. CPIMന്റെ പ്രധാനപ്പെട്ട ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുന്നത്. പിന്നീട് പല വിഷയങ്ങൾ കെ ശശിയുടെ ഭാഗത്തുനിന്ന് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പിന്നീട് കെ ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയത്. CPIMുമായി സഹകരിക്കുന്ന സമീപനം പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ ശശിക്കെതിരെ CPIMന്റെ ഔദ്യോഗിക ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ പരസ്യമായി തന്നെ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു. അതിനെതിരെ കെ ശശി സോഷ്യൽ മീഡിയയിലടക്കം ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ ഇട്ട് പ്രതികരിക്കുന്നതായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേട്ടിരുന്നത്. അതിന്റെ ഒടുവിൽ ഒരു പരിസമാപ്തിയിലേക്ക്. ഒരു നിമിഷം അർജുൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ പ്രസാദ് ഉടുമ്പശ്ശേരി കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രസാദ്, ഏതായാലും KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. ഇനിയൊരു തിരിച്ചുവരവില്ല ശശിക്ക് എന്നുറപ്പിക്കാവുന്ന നിലയായി അല്ലേ? തീർച്ചയായും സനീഷ്, കാരണം കെ ശശി ഇത് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഇത് സംബന്ധിച്ചൊരു വാർത്ത കൊടുക്കുകയും ചെയ്തിരുന്നത്. കോൺഗ്രസിന്റെ VD സതീശനും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് കെ ശശിയെ UDFന്റെ ഭാഗമാക്കാനുള്ള ശ്രമം നടത്തുന്നത്. രണ്ട് ഓപ്ഷനുകളായിരുന്നു കെ ശശിക്ക് മുന്നിൽ അന്ന് ഈ നേതാക്കൾ വെച്ചിട്ടുള്ളത്. ഒന്ന്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കൊണ്ട് തന്നെ ഒറ്റപ്പാലത്ത് മത്സരിക്കുക, അതല്ല എങ്കിൽ UDF സ്വതന്ത്രനായി ഒറ്റപ്പാലത്ത് മത്സരിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് കെ ശശി ഒരു തീരുമാനം എടുത്തിട്ടില്ല. എന്തായാലും കെ ശശി UDFന്റെ ഭാഗമാകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം VD സതീശന്റെ ജാഥ മണ്ണാർക്കാട് എത്തുന്ന സമയത്ത് മണ്ണാർക്കാട് വെച്ച സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ ഇക്കാര്യം പരോക്ഷമായി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ വിസ്മയങ്ങൾ മണ്ണാർക്കാട് തന്നെ ഉണ്ടാകും എന്നത് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. കെ ശശിയെ സംബന്ധിച്ചിടത്തോളം 2018 അദ്ദേഹം DYFI വനിതാ നേതാവിന്റെ പരാതിയെ തുടർന്ന് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത്. പിന്നീട് തിരിച്ച് ജില്ലാ കമ്മിറ്റിയിലേക്കും ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കും വന്നെങ്കിൽ പോലും മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ പാർട്ടി ഫണ്ട് രൂപീകരണവും അവിടുത്തെ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രമക്കേടുമെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയത്. പക്ഷേ ആ ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഒരു തവണ പോലും ബ്രാഞ്ച് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന് ഒരു ഘടകത്തിലും ബ്രാഞ്ച് അംഗം എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് ഒരു ഘടകത്തിലേക്കും തിരിച്ചു വരാൻ കഴിഞ്ഞിരുന്നില്ല. ഇതൊക്കെ പറയുമ്പോൾ പോലും CITUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് നിലവിൽ കെ ശശി. അതോടൊപ്പം KTDCയുടെ ചെയർമാൻ സ്ഥാനം അദ്ദേഹം രാജിവെക്കുകയും ചെയ്തിരുന്നില്ല. പാലക്കാട് ജില്ലാ കമ്മിറ്റി നിരവധി തവണ സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതാണ് കെ ശശിയെ KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ CPIMന്റെ സംസ്ഥാന നേതൃത്വമോ അക്കാര്യം പരിഗണിക്കുകയുണ്ടായില്ല. എന്തായാലും MV ഗോവിന്ദനും കഴിഞ്ഞ ദിവസം കെ ശശിയെ കൈവിട്ടിരുന്നു. അത് ഇവരുടെ ചർച്ച കെ ശശി കോൺഗ്രസ് നേതൃത്വമായും മുസ്ലിം ലീഗ് നേതൃത്വമായും ഇത്തരത്തിൽ ചർച്ച നടത്തിയെന്ന് CPM സംസ്ഥാന നേതൃത്വത്തിന് കൂടി ബോധ്യപ്പെട്ട
സാഹചര്യത്തിലാണ് MP ഗോവിന്ദനും PK ശശിയെ ഏറെക്കുറെ പൂർണ്ണമായി കൈയൊഴിയുന്ന മട്ടിൽ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ KTDCയുടെ ചെയർമാൻ സ്ഥാനം PK ശശി രാജിവെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത ഘട്ടം അദ്ദേഹം അടുത്ത ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ പ്രസാദ് ഇത് CPM-ന് അർജുൻ കൂടെയുണ്ട്, അർജുനിലേക്ക് വരാം. അതിനു മുമ്പ് പ്രസാദ്, ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ CPM-ന് വലിയ ബുദ്ധിമുട്ടാകുന്ന അല്ലെങ്കിൽ ആ നിലക്ക് അവരെ കുലുക്കുന്നൊരു സംഗതിയിലേക്ക് പോകുമോ? ഇപ്പം നമുക്ക് ഷൊർണൂരിൽ തന്നെ TP ചന്ദ്രശേഖരൻ്റെ വധകാലത്ത് വലിയ തോതിൽ CPIM സംസ്ഥാന വ്യാപകമായിട്ട് കുലുങ്ങി നിന്ന കാലത്ത് MR മുരളി, ഷൊർണൂരിലെ പ്രധാനപ്പെട്ട നേതാവ്, CPIM-ന് ഇതുപോലെ വലിയ വിമത നീക്കം ഉയർത്തിയിട്ട് അദ്ദേഹം പുറത്തു പോയിരുന്നു. പക്ഷേ അദ്ദേഹം തിരിച്ച് CPIM-ലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ അദ്ദേഹം ശക്തനായിട്ടുള്ള നേതാവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുപോലെ അങ്ങനെ ഒരു ഇളക്കമുണ്ടാക്കാൻ പാകത്തിന് ശക്തിയും ജനസ്വാധീനവുമുള്ള ഒരാൾ തന്നെയാണല്ലോ ഈ PK ശശി, അല്ലേ? അതുകൊണ്ടാണ് UDF അവരുടെ കൂടെ നിർത്താൻ ആലോചിക്കുന്നത് എന്ന് വേണ്ട മനസ്സിലാക്കാൻ. CPIM എങ്ങനെയായിരിക്കും അതിനെ നേരിടുക? സനീഷ്, PK ശശിക്ക് മണ്ണാർക്കാട് മേഖലയിൽ അല്പം സ്വാധീനമുണ്ട് എന്നുള്ള കാര്യം സമ്മതിച്ചേ പറ്റൂ. പക്ഷേ അതിന്റെ ഒരു മറുവശം കൂടിയുണ്ട്. PK ശശി CPM-ൽ വളരെ സജീവമായി നിന്ന സമയത്ത് PK ശശിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പാർട്ടിയിൽ നിന്ന് മാറി നിന്ന ആളുകളുണ്ട്. അവരെല്ലാമാണ് മണ്ണാർക്കാട് വളരെ ശക്തമായി, പിന്നീട് PK ശശി പാർട്ടി അച്ചടക്കം നടപടിക്ക് ശേഷം പുറത്തുപോയ ശേഷം അവരെല്ലാം ശക്തമായി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഗുണവും ദോഷവും CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വളരെ കുറഞ്ഞ ഒരു സ്വാധീനം PK ശശിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിൽ പോലും ഒരു സീറ്റിൽ പോലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒറ്റപ്പാലം മേഖലയിലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാധീനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊരു തോൽവിയിലേക്ക്, CPM-ന്റെ തോൽവിയിലേക്ക് പോകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മണ്ണാർക്കാട് മണ്ഡലത്തിൽ എന്തായാലും PK ശശിയുടെ സ്വാധീനം UDF-ന് ഗുണം ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടുകൂടിയാണ് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ ഒരു മുൻകൈ എടുക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അവിടെ N ശംസുദ്ദീൻ 4ാം തവണയും മണ്ണാർക്കാട് മത്സരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. പ്രാദേശികമായി ശംസുദ്ദീനെതിരെ മുസ്ലിം ലീഗിൽ വലിയ എതിർപ്പുണ്ട്. കാരണം 4ാം തവണയും അവിടെ നിൽക്കുന്ന അവിടുത്തെയുള്ള ആളുകൾക്ക്, പ്രാദേശിക നേതാക്കൾക്ക് MLA സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ശംസുദ്ദീൻ മാറണം എന്നുള്ളതാണ് മണ്ണാർക്കാട് മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കളുടെ ഒരു വാദം. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെ, അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കൂടി PK ശശി വരുമ്പോൾ കുറച്ച് വോട്ട് കിട്ടുമെന്നൊരു പ്രതീക്ഷ മുസ്ലിം ലീഗിനുണ്ട്. പക്ഷെ ഒറ്റപ്പാലത്ത് ഈ പറയുന്ന പോലെ അത്രത്തോളം സ്വാധീനം PK ശശിക്ക് ഉണ്ടാവുമോ എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ആരൊക്കെയാണ് PK ശശിക്ക് അപ്പോൾ ഇനി പോകുക എന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണേണ്ടതാണ്.